അനിയനും. വീൽ ചെയറിന്റെ സഹായത്തോടെ മാത്രമേ എനിക്ക് സഞ്ചരിക്കാനാകൂ. എന്റെ വീട് നഗരത്തോട് ചേർന്ന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ്. എനിക്കൊരു അനിയൻ കൂടിയുണ്ട്. ഞങ്ങൾ കൂട്ടുകാർ 4 പേർ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ഇഷ്ടത്തോടെ എല്ലായിടത്തും യാത്ര ചെയ്യാൻ കഴിയുന്ന ആളല്ല ഞാനെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എങ്കിലും കൂട്ടുകാർ എനിക്ക് എല്ലാ ധൈര്യവും തന്ന് കൂടെ കൂട്ടുകയാണ്. എന്നെ മനസ്സിലായോ? എന്റെ പേര് അപ്പു. നഗരത്തിലെ ഒരു ചേരിയിലാണ്. എന്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. തുണിമില്ലിലാണ് അമ്മയ്ക്ക് ജോലി. അമ്മ എന്നെ ഒറ്റയ്ക്കെങ്ങും വിടാറില്ല. പീലിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് കൂട്ടുകാരെല്ലാം നിർബന്ധിച്ചപ്പോൾ ഒടുവിൽ അമ്മയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു. ആദ്യമായി യാത്ര പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. വിക്കിയാണ് ഞാൻ. നഗരത്തിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. എന്റെ പപ്പ ഒരു ബിസിനസ്സുകാരനാണ്. എന്റെ മമ്മി സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നു. എന്റെ നിർബന്ധത്തിന് വഴങ്ങി പപ്പയും മമ്മിയും മനസ്സില്ലാ മനസ്സോടെയാണ് കൂട്ടുകാരോടൊപ്പമുള്ള ഈ യാത്രയ്ക്ക് സമ്മതിച്ചത്. എന്നെ ഒറ്റയ്ക്ക് എവിടെയും ഇതുവരെ വിട്ടിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നുവിടുന്ന ഭക്ഷണ സാധനങ്ങളല്ലാതെ മറ്റൊന്നും അവിടെ പോയി കഴിക്കരുതെന്ന് അച്ഛനും അമ്മയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് ചമേലി. ആസം സ്വദേശികളായ ഞാനും മായും പപ്പയും വർഷങ്ങളായി കേരളത്തിലാണ്. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ കേരളത്തിലെത്തിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ കൂട്ടമായി താമസിക്കുന്ന ഒരിടത്താണ് ഞങ്ങളും താമസിക്കുന്നത്. ഞാൻ എവിടെ പോയാലും മായ്ക്ക് പേടിയാണ്. മിക്ക ആൾക്കാരും അകൽച്ചയോടെയാണ് ഞങ്ങളോട് പെരുമാറുന്നത്. എന്റെ കൂട്ടുകാരി പീലിയോട് ഞാൻ ഇതൊക്കെ പറയാറുണ്ട്. പീലിയുടെ നാട്ടിൽ എല്ലാവരും സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നാണ് അവൾ പറഞ്ഞത്. ഞാനാണ് പീലി. ആ കാണുന്ന കുന്നിന്റെ മുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. ആദ്യമായി എന്റെ 4 കൂട്ടുകാർ വീട്ടിലേക്ക് വരികയാണ്. അവരെ സ്വീകരിക്കാനുള്ള തിരക്കിലാണ് അച്ഛനും അമ്മയും. അവർ വരുമ്പോൾ എന്റെ നാട്ടിലെ വിശേഷങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം.